എല്ലാവർക്കും പാർട്ടി ഓഫ് ട്രേഡറിന്റെ ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊക്കെ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഒരു മാർക്കറ്റ് ഒരു പ്രത്യേക ഒരു ഇവന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലേഷനോ റിസഷനോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മാർക്കറ്റ് താഴോട്ട് പോരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കയ്യിൽ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാവും, അതിനകത്ത് കുറെ സ്റ്റോക്കുകൾ ഉണ്ടാവും. ആ ഒരു പോർട്ട്ഫോളിയോയുടെ വാല്യൂ താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ ഉപയോഗിച്ച് അതിനെ പ്രൊട്ടക്ട് ചെയ്യാം. മാർക്കറ്റ് താഴോട്ട് വരുന്ന സമയത്ത് ഒരു പുട്ട് ബൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുട്ടിന്റെ പ്രൈസ് മുകളിലേക്ക് പോകും. അപ്പൊ പുട്ടിലുണ്ടാകുന്ന പ്രോഫിറ്റും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകുന്ന നഷ്ടവും ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്, അതിന് ഈക്വൽ ആയിട്ട് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിന്റെ NSE ഇൻഡെക്സ് ആയ നമുക്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ, നമുക്ക് പുട്ട് ഓപ്ഷൻ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ഇന്ത്യൻ മാർക്കറ്റ് താഴോട്ട് പോകുന്നു പറഞ്ഞാൽ അവിടെ നിഫ്റ്റി താഴോട്ട് വരും. ആ ഒരു സമയത്ത് നിഫ്റ്റിയുടെ പുട്ടിന്റെ വാല്യൂ കൂടും. അപ്പൊ ഓൾറെഡി നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ കുറയുകയും ചെയ്യും. അപ്പൊ നമുക്ക് നിഫ്റ്റിയുടെ പുട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇനി എത്ര ലോട്ട് നമ്മുടെ പോർട്ട്ഫോളിയോക്ക് അനുസരിച്ച് നിഫ്റ്റിയുടെ പുട്ട് ബൈ ചെയ്യണമെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ബീറ്റ വാല്യൂ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം എത്ര ലോട്ട് സൈസ് നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോക്ക് എഗനിസ്റ്റ് ആയിട്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണം എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് എന്റെ പോർട്ട്ഫോളിയോയിൽ 4 സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്കിന്റെ പേര് ABCD എന്നാണ്. അതിന്റെ അകത്ത് ഒരു 5 ലക്ഷം രൂപ A എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഉണ്ട്, 10 ലക്ഷം രൂപ B എന്ന് പറഞ്ഞ സ്റ്റോക്ക്, C എന്ന് പറഞ്ഞ സ്റ്റോക്ക് 3 ലക്ഷം, D എന്ന് പറഞ്ഞ സ്റ്റോക്ക് 2 ലക്ഷം. ടോട്ടൽ ആയിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ 20 ലക്ഷം രൂപയാണ്. ഓൾറെഡി റൺ ചെയ്യുന്ന പോർട്ട്ഫോളിയോയുടെ വാല്യൂ 20 ലക്ഷം രൂപയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഓരോ സ്റ്റോക്കിന്റെ വെയിറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 0.25, 0.50, 0.15, 0.10. ഇത്രയും വെയിറ്റേജ് ആണ് ഓരോ സ്റ്റോക്കും ഈ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ ഉള്ളത്. ഇവിടെ ഈ ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് ഓരോ സ്റ്റോക്കിനും അനുസരിച്ച് മാറും. ഈ ബീറ്റ എന്ന് പറയുന്നത് തന്നെ എത്ര സെൻസിറ്റീവ് ആണ് പ്രൈസ്, എത്ര വോളറ്റൈൽ ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ 0.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് 1% മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1% താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് 0.7% മുകളിലേക്ക് അല്ലെങ്കിൽ 0.7% താഴോട്ട് വരാനാണ് സാധ്യത. അതായത് ഈ ഒരു സ്റ്റോക്കിന്റെ വോളറ്റിലിറ്റി കുറച്ച് കുറവാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ എത്രയാണ് ബീറ്റ വാല്യൂ കൂടുതലാണ്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് കുറച്ചും കൂടെ വോളറ്റൈൽ ആണ്, ഈ ഒരു സ്റ്റോക്ക് കുറച്ചും കൂടെ വോളറ്റൈൽ ആണ്, ഈ ഒരു സ്റ്റോക്ക് 1 ആണ് ബീറ്റ വാല്യൂ. അപ്പൊ ഈക്വൽ ആയിട്ട് മൂവ് ചെയ്യാനാണ് സാധ്യത. അപ്പം എക്സാക്ട് ആയിട്ട് അങ്ങനെ മൂവ്മെന്റ് കിട്ടണം എന്നല്ല, ഇങ്ങനെയാണ് അതിന്റെ വോളറ്റിലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ നമുക്ക് വെയിറ്റഡ് ബീറ്റ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ഓരോ സ്റ്റോക്കിന്റെയും. അപ്പൊ ഇത് തമ്മിൽ ഗുണിച്ച് നമുക്ക് ഇവിടെ കിട്ടും, ഇത് തമ്മിൽ ഗുണിച്ച് നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോൾ നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ ബീറ്റ കിട്ടും. 1.05 എന്നാണ് നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ ബീറ്റ നമുക്ക് ലഭിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് 1% താഴോട്ട് പോന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള പോർട്ട്ഫോളിയോയുടെ വാല്യൂ 1.05% മുകളിലേക്ക് അല്ലെങ്കിൽ 1.05% താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് കുറച്ച് വോളറ്റൈൽ ആണ് നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മുടെ ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇതാണ് നമുക്ക് ബീറ്റ കിട്ടി. ഈ ഒരു ബീറ്റ ഇൻഡിവിജ്വൽ സ്റ്റോക്കിന്റെ ബീറ്റ നമുക്ക് മണി കൺട്രോളോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ആ ഒരു ബീറ്റ സെലക്ട് ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോ വെയിറ്റഡ് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇൻഡിവിജ്വൽ ആയിട്ട്. അതല്ല, സെറോദയുടെ അക്കൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവിടെ ടിക്കർ ടൈമിന്റെ ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കർ ടൈമിൽ ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന്റെ അത് പോയി നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ബീറ്റ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അത് മറ്റൊരു മെത്തേഡാണ്. അപ്പൊ അതിന്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ഹെഡ്ജ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ബീറ്റ കിട്ടി, ഇനി നമ്മൾ എത്ര ലോട്ടാണ് നമ്മൾ സെല് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ ഇൻറ്റു ബീറ്റ, പോർട്ട്ഫോളിയോ ബീറ്റ ഡിവൈഡഡ് ബൈ ഹെഡ്ജ് ഇൻഡെക്സ് ഇൻറ്റു ലോട്ട് സൈസ്. നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ എത്രയാണ് ഇവിടെ? 20 ലക്ഷം ഇൻറ്റു ബീറ്റ 1.055 ഡിവൈഡഡ് ബൈ കറന്റ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈസ് 24,730 ആണ് ഇൻറ്റു 75. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1.133 ലോട്ട് എന്ന് കിട്ടും. ഇത് എത്രയാണ്? ലോട്ട് സൈസ് ആണ്. നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോക്ക് എഗനിസ്റ്റ് ആയിട്ട് നമുക്ക് നിഫ്റ്റിയുടെ പുട്ട് 1.13 ലോട്ട് അപ്രോക്സിമേറ്റ് സെല് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് എക്സാക്ട് ആയിട്ട് ഇങ്ങനെ ഒരു ലോട്ടിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒന്നുകിൽ ഒരു ലോട്ട് അല്ലെങ്കിൽ 2 ലോട്ടാണ് നമുക്ക് ഇവിടെ സെല് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 75 ക്വാണ്ടിറ്റി ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പം 2 ലോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 150 ക്വാണ്ടിറ്റി വരും. അപ്പൊ അതിന്റെ ഗുണവും ദോഷവും ഉണ്ട്. ഒരു ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണവും ദോഷമുണ്ട്, 2 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണവും ദോഷമുണ്ട്. നമുക്ക് ആ ലോട്ട് ഇപ്പൊ നിലവില് ഇതിപ്പം 1.13 എന്ന് പറയുന്ന ഒന്നിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് ഒരു ലോട്ടിൽ തന്നെ എടുത്ത് നമുക്കിനി മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമ്മുടെ പോർട്ട്ഫോളിയോ ഒപ്പം തന്നെ നമ്മുടെ ഹെഡ്ജ് പൊസിഷനും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ഗെയിൻ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എക്സാക്ട് ആയിട്ട് ഏത് ലോട്ടാണ് നമുക്ക് ഏറ്റവും കംഫോർട്ട് എന്ന് മനസ്സിലാവും. നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാം.
പോർട്ട്ഫോളിയോ വാല്യൂ 20 ലക്ഷം രൂപയുണ്ട്. അപ്പം ഈ ഒരു പോർട്ട്ഫോളിയോ താഴോട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ ഒരു 10% താഴോട്ട് വരുന്നതെങ്കിൽ അതിന് അപ്രോക്സിമേറ്റ് ആയിട്ട് എത്ര ശതമാനം നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ താഴോട്ട് പോരും? നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് 10% വരുന്നതെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ബീറ്റ വാല്യൂ 1.05 ആയതുകൊണ്ട് 10.5% താഴോട്ട് പോരാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ പോരുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഒരു 2,10,000 രൂപയുടെ ഒരു നഷ്ടം ഉണ്ടായേനെ. ഇതിന്റെ വാല്യൂ, നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ കുറഞ്ഞ് 1,17,90,000 എന്ന വാല്യൂയിലേക്ക് വന്നേനെ. ഇത് നോർമൽ സിനാരിയോ ആണ്. 10% ഇന്ത്യൻ മാർക്കറ്റ് താഴോട്ട് പോന്നു. ഇവിടെ 2,10,000 നഷ്ടം ഉണ്ടായി. നമുക്ക് 1,17,90,000 എന്ന വാല്യൂയിലേക്ക് വന്നേനെ. ആ ഒരു സമയത്ത് നമ്മുടെ കയ്യില് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിഫ്റ്റിയുടെ പ്രൈസ് 24,730 എന്നാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പോട്ട് പ്രൈസിൽ. അപ്പൊ നമ്മള് ഒരു പുട്ട് ബൈ ചെയ്യാൻ പോവുകയാണ്. അതിന്റെ സ്ട്രൈക്ക് പ്രൈസ് എത്രയാണ്? അറ്റ് ദ മണിയിലുള്ള ഒരു പുട്ടാണ് ബൈ ചെയ്യാൻ പോകുന്നത്. 24,700 എന്ന പി ആണ് ബൈ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന്റെ പ്രീമിയം, ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രീമിയം 290 ആണ്. പ്രീമിയത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ പ്രീമിയം ആണ് കൂടും കുറയും ചെയ്യുന്നത്. ആ പ്രീമിയത്തിലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു 290 എന്ന് പറഞ്ഞ പ്രീമിയത്തിലാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. ഇതിന്റെ എക്സ്പയറി ഡേറ്റ് നമുക്ക് ജൂൺ 26 ആണ്. 26 ജൂൺ, അതായത് ഈ ഒരു മാസത്തെ എക്സ്പയറി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ ഒരു കറക്ഷൻ ഉണ്ടാകും എന്നാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ എങ്കിൽ നമുക്ക് ഈ ഒരു മാസത്തെ എക്സ്പയറി ഡേറ്റ് ഉള്ള ഒരു പുട്ട് ഓപ്ഷൻ അറ്റ് ദ മണിയിൽ ബൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത നെക്സ്റ്റ് മന്ത് അറ്റ് ദ മണിയിലുള്ള ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ 290 പ്രീമിയം ആയിട്ടുള്ള ഒരു പുട്ട് ഓപ്ഷൻ ആണ് നമ്മൾ ബൈ ചെയ്യുന്നത്. ഇത് രണ്ടും ഈക്വൽ ആയിട്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഈ 10% മാർക്കറ്റ് താഴോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് 10% താഴോട്ട് വന്നു. 10% മാർക്കറ്റ് താഴോട്ട് വന്നു. മാർക്കറ്റിന്റെ വാല്യൂ എത്രയാണ്? 10% താഴോട്ട് വന്നപ്പം 22,257 എന്ന പ്രൈസിൽ വന്നേനെ. 22,257 എന്ന് പറഞ്ഞ പ്രൈസിൽ വന്നേനെ. അപ്പം ഇതിന്റെ പ്രീമിയം കൂടിയേനെ. 290 നിന്ന് പ്രീമിയം കൂടി 2,443 എന്ന പ്രൈസിലേക്ക് വന്നേനെ. അപ്പം നമുക്ക് ടോട്ടലായിട്ട് 290 നിന്ന് എത്ര പ്രീമിയം കൂടി? 2,153 പ്രീമിയം കൂടിയാണ്. 2,153 ഇൻറ്റു 75 ക്വാണ്ടിറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ടോട്ടലായിട്ട് ഇവിടെ എത്ര പ്രോഫിറ്റ് കിട്ടിയാനെ? നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് 1,61,475 രൂപ പ്രോഫിറ്റ് കിട്ടിയാണ്. അപ്പൊ ഞാൻ കാൽക്കുലേഷൻ ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും. അപ്പം ഈ രണ്ട് പ്രോഫിറ്റും കൂടെ, രണ്ട് പൊസിഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, പോർട്ട്ഫോളിയോ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പുട്ട് ഉപയോഗിച്ച് നമ്മൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്തിരുന്നെങ്കിൽ, നിഫ്റ്റിയുടെ പുട്ട് ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു -2,10,000 നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് 1,61,475 രൂപ നമുക്ക് പുട്ടിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയേനെ. അപ്പം ഏകദേശം നെറ്റ് ചെയ്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ലോസ് എന്ന് പറയുന്നത് -48,000 രൂപ, -48,525 രൂപ ആയേനെ. കാരണം ഇവിടെ ഇപ്പൊ എന്താണ്, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റി. നമുക്ക് 2,10,000 നഷ്ടം വരേണ്ട സമയത്ത് നമുക്ക് ഇവിടെ ഇത്രയും പ്രോഫിറ്റ് കിട്ടിയോണ്ട് നമുക്കൊരു ചെറിയൊരു ലോസ് മാത്രമാണ് 10% നിഫ്റ്റി താഴോട്ട് പോയിട്ടും വന്നിട്ടുള്ളൂ. അതാണ് ഇതിന്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു സിനാരിയോ ആണ്, മാർക്കറ്റ് 10% അല്ല, ഒരു 20% താഴോട്ട് പോകാൻ ഒരു വലിയ ഹ്യൂജ് ആയിട്ടൊരു കറക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് 20% താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോ എത്ര ശതമാനം മൂവ് ചെയ്യും? അപ്രോക്സിമേറ്റ് ആയിട്ട് ബീറ്റ 1.05 ആയതുകൊണ്ട് തന്നെ 1.05 ആയതുകൊണ്ട് നമ്മൾ 21% അപ്രോക്സിമേറ്റ് മൂവ് ചെയ്തേക്കാം. ഉറപ്പില്ല, അപ്രോക്സിമേറ്റ് മൂവ് ചെയ്തേക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ ഒരു -4,20,000 രൂപ, 4,20,000 രൂപ നമുക്ക് നഷ്ടം വന്നേനെ. ടോട്ടലായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ ഇവിടെ പോയേനെ 1,15,80,000 ഈ ഒരു പ്രൈസിലേക്ക് പോയേനെ. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെയും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പൊസിഷൻ നമ്മുടെ കയ്യിലുണ്ട്, ഇത് നമുക്ക് പ്രോഫിറ്റ് തരും. ഇവിടെ നമ്മൾ മാർക്കറ്റ് 20% താഴോട്ട് പോയി. 20% താഴോട്ട് പോയി കഴിഞ്ഞപ്പം നിഫ്റ്റിയുടെ പ്രൈസ് എവിടെ പോയേനെ? 19,794 ഈ ഒരു പ്രൈസിൽ നിഫ്റ്റി ക്ലോസിംഗ് തന്നേനെ. ഈ ഒരു പ്രൈസിൽ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പുട്ടിന്റെ പ്രീമിയം കൂടി 4,916 എന്ന പ്രൈസിൽ പോയി നിന്നേനെ.
ഇവിടെ എത്ര നമുക്ക് ഗെയിൻ എത്ര ഉണ്ടായി? 290 4916 നമുക്ക് 4626 രൂപ നമുക്ക് ഗെയിൻ ഉണ്ടായതിന്റെ പ്രീമിയത്തിൽ. നമുക്ക് 75 ലോട്ടാണ് ഉള്ളത്, 75 ക്വാണ്ടിറ്റി ആണുള്ളത്. നമുക്ക് ടോട്ടൽ ആയിട്ട് ഇവിടെ 3,46,950 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാണ്. അപ്പം ഇവിടെ നമുക്ക് 4 ലക്ഷം രൂപ 4,20,000 നഷ്ടം വന്നു. ഇവിടെ 3,46 നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ടോട്ടൽ ആയിട്ട് നമുക്ക് ഒരു -73,050 രൂപ 50 രൂപ നമുക്ക് ലോസ് ഉണ്ടായേനെ. നമ്മൾ നോക്കുക, ഇവിടെ നമുക്ക് ഇത്ര 20% ഒക്കെ മാർക്കറ്റിൽ വീഴുക എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു കറക്ഷൻ ആണ് വന്നിരിക്കുന്നത്, വലിയ ക്രാഷ് ഒക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലും നമുക്ക് ഇവിടെ 4 ലക്ഷം രൂപ എന്ന ലോസിനെ നമുക്ക് കവർ ചെയ്ത് നമുക്ക് വെറും 73,000 ഒതുക്കാൻ സാധിച്ചു. ഇനി മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ചു, നമ്മള് പ്രൊട്ടക്ട് ചെയ്യുന്നത് തന്നെ മാർക്കറ്റ് വീണ് കഴിഞ്ഞാൽ അതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയാ, മറിച്ച് വീണില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചേനെ? ഇവിടെ ഒരു മൂവ്മെന്റ് തന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ 0 ആണ്, ഒരു മാറ്റങ്ങളും ഇല്ല. പോർട്ട്ഫോളിയോ വാല്യൂ 20 ലക്ഷം തന്നെ നിൽക്കും. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ നമുക്ക് 290 എന്നുള്ള പ്രീമിയം വാല്യൂ കംപ്ലീറ്റ് ആയിട്ട് ഡിക്കേ ആയിപ്പോകും. ഇവിടെ പ്രീമിയത്തിന്റെ വാല്യൂ എത്രയായിപ്പോകും? 0 മൂവ്മെന്റ് ആണെങ്കിൽ 0 ആയിപ്പോകും. 0. അപ്പൊ നമുക്ക് ഇവിടെ എത്ര പ്രീമിയം നഷ്ടപ്പെടും? 290 രൂപ 0 ആയിപ്പോയി, ഔട്ട് ഓഫ് ദ മണി ആയി പോകും. അപ്പൊ 24,700 ബി എന്നുള്ളത് ഔട്ട് ഓഫ് ദ മണി ആയി പോകും. 24,730 ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഇത് പ്രീമിയം 0 ആയി പോകും. അപ്പൊ നമുക്ക് നഷ്ടം 290 രൂപ നമുക്ക് ഇവിടെ നഷ്ടം ഉണ്ടായേനെ. -290 ഇൻറ്റു 75. നമുക്ക് ടോട്ടൽ ആയിട്ട് ഇവിടെ എത്ര നഷ്ടം വന്നേനെ? നമ്മൾ പേ ചെയ്ത പ്രീമിയം 21,750 രൂപ 21,750 രൂപ നമുക്ക് ഇവിടെ നഷ്ടം ഉണ്ടായേനെ. അപ്പം മാർക്കറ്റ് ഒരിടത്തായിട്ട് മൂവ് ചെയ്തില്ലെങ്കിലും ഈ ഒരു പുട്ട് എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 21,750 രൂപ നമ്മൾ പ്രീമിയം പേ ചെയ്തിരുന്നു, അത് നഷ്ടം വന്നേനെ. ഇവിടെ ഉണ്ടാകുന്ന നഷ്ടം എത്രയാണ്? 21,750. ഈ മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല, മുകളിലേക്കാണ് പോയത്. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചേനെ? ഇവിടെ നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ കൂടിയാനെ. ഇവിടെ ഒരു 10% നമ്മുടെ പോർട്ട്ഫോളിയോ കൂടി മുകളിലേക്ക് പോയതെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് ഒരു 10.5% നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ കൂടിയേനെ. കൂടി കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടിയേനെ? നമുക്കൊരു 2,10,000 രൂപ നമുക്ക് പ്രോഫിറ്റ് കൂടിയേനെ. ടോട്ടൽ ആയിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ എങ്ങോട്ട് പോയേനെ? 22,10,000 എന്ന പ്രൈസിലേക്ക് പോയേനെ. ആ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റി മുകളിലേക്ക് പോയി ഒരു 27,203 എന്ന് പറഞ്ഞ പ്രൈസിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ പ്രീമിയം എവിടെ വരെ പോയേനെ? പ്രീമിയം 10% നിഫ്റ്റി മുകളിലേക്കാണ് മൂവ് ചെയ്തതെങ്കിലും നമ്മുടെ പ്രീമിയം എന്താണ്? 0 വരെയാണ് പോകത്തുള്ളൂ. ഡിക്കായി 0ക്ക് താഴോട്ട് പോകത്തില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം എത്രയാണ്? ഇവിടെ പ്രീമിയം 0 ആയിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് ഇവിടെയും 290 തന്നെയായിരിക്കും നമ്മുടെ നഷ്ടം വരുന്നത്, ഇൻറ്റു 75. നമുക്ക് ടോട്ടൽ ആയിട്ട് ഇവിടെയും നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം എത്രയാണ്? കുട്ടില് 21,750 എന്ന് പറഞ്ഞ ആ പ്രീമിയം നമ്മൾ പേ ചെയ്താണ് നമ്മുടെ നഷ്ടം വരുന്നത്. ഇവിടെ നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോയപ്പോൾ നമുക്ക് ഇവിടെ 2,10,000 രൂപ പ്രോഫിറ്റ് കിട്ടി. ഇവിടെ 21,000 നഷ്ടം സംഭവിച്ചു. ടോട്ടൽ ആയിട്ട് നമുക്ക് 1,80,8,250 രൂപ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടിയത് ഈ ഒരു സിനാരിയോയിൽ. അപ്പൊ നല്ലൊരു കാര്യമല്ലേ? നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയൊരു പ്രോഫിറ്റ് 10% മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് പോർട്ട്ഫോളിയോക്ക് നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരിടത്ത് റെസ്ട്രിക്ഷൻ വെച്ചിട്ടില്ല, നല്ലൊരു പ്രോഫിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇനി ഇത് കുറച്ച് കൂടുതലായിട്ട് മുകളിലേക്ക് പോയി, ഇങ്ങനെ പല സാഹചര്യങ്ങളുണ്ട്. പല കേസുകൾ കാണിക്കുന്നവരെ കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ്. അതനുസരിച്ച് നമ്മുടെ ഈ ഒരു പോർട്ട്ഫോളിയോയുടെ പുട്ടെടുക്കുന്നതിന്റെ ലോട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും കൂടിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ മുകളിലേക്ക് പോയിരുന്നെങ്കിൽ ഒരു 20% ഇവിടെ നിന്ന് മുകളിലേക്കാണ് പോയതെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് നമ്മുടെ പോർട്ട്ഫോളിയോയും അപ്രോക്സിമേറ്റ് ഈ ഒരു 21% മുകളിലേക്ക് പോയേനെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് എത്ര കിട്ടിയേനെ? നമുക്കൊരു 4,20,000 രൂപ 4,20,000 പ്രോഫിറ്റ് കിട്ടിയേനെ പോർട്ട്ഫോളിയോയില്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ വാല്യൂ 24,20,000 എന്ന പ്രൈസിലേക്ക് പോകാൻ 24,20,000 എന്ന പ്രൈസിലേക്ക് പോയേനെ. ആ ഒരു സാഹചര്യത്തിലും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ പുട്ടിന്റെ പ്രീമിയം ഇവിടെയും നമുക്ക് 0 തന്നെയാണ് വരുന്നത്. ഇവിടെ 0 തന്നെയാണ് വരുന്നത്. നമുക്ക് 290 രൂപയാണ് ഇവിടെ നഷ്ടം വരുന്നത്. ഇവിടെ 75 ലോട്ട് 21,750 രൂപ. അപ്പം ഇവിടെ നഷ്ടം
രണ്ടും സെയിം ആയിട്ടാണ് വരുന്നത്. ഇത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 3,90,8,250 രൂപ പ്രോഫിറ്റിലേക്ക് പോയത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഇവിടെ ഹെഡ്ജ് വാല്യൂ കുറച്ച് കുറവാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഹെഡ്ജ് റേഷ്യോ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് 1 സംതിങ് ആണ് കിട്ടിയത്, 1.13 ആണ് കിട്ടിയത്. അപ്പൊ നമ്മള് ഒരു ലോട്ടാണ് താഴെ അണ്ടർ ഹെഡ്ജ് ആണ് ചെയ്തത്. അപ്പൊ ഹെഡ്ജ് വാല്യൂ കുറച്ചാണ് വെച്ചേക്കുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂനെ, പോർട്ട്ഫോളിയോ വാല്യൂനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ നമുക്ക് താഴോട്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഒരുപാട് താഴോട്ട് പോയി കഴിഞ്ഞാൽ പതിയെ പതിയെ ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കും. എന്നാലും മാക്സിമം നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അധികം പ്രീമിയം ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകുന്നില്ല. ചെറിയൊരു പ്രീമിയം മാത്രമാണ് ഈ ഒരു വലിയ പോർട്ട്ഫോളിയോനെ താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു ഇൻഷുറൻസ് മാത്രം, അല്ലെങ്കിൽ ഒരു പ്രീമിയം മാത്രമാണ് നമ്മുടെ കയ്യിൽ പോകുന്നുള്ളൂ. അതുപോലെ തന്നെ മാർക്കറ്റ് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ, മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ഇല്ല, നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി പോകും. നമുക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റ് ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഈ പുട്ട് ഉപയോഗിച്ച് നമ്മൾ ഹെഡ്ജ് ചെയ്യുമ്പോഴത്തേനും ഉള്ള ബെനിഫിറ്റ്, അൺലിമിറ്റഡ് പ്രോഫിറ്റിലേക്ക് പോകും. ഇനി മറ്റൊരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക, നമുക്ക് അറിയാം മാർക്കറ്റ് തീർച്ചയായിട്ടും താഴോട്ട് പോരുമെന്ന് നമുക്ക് കൂടുതലായിട്ട് നമുക്കൊരു പ്രഡിക്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് 1 ലോട്ടിന് പകരമായിട്ട് ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് 2 ലോട്ട് സെല് ചെയ്യായിരുന്നു. ഇവിടെ എത്രയാണ് ഹെഡ്ജ് വാല്യൂ കൂടും, നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ കുറവായിട്ടാണ് കിടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുവാണെങ്കിൽ ഈ 21,000 എന്നുള്ള നഷ്ടം ഏകദേശം 40,000 രൂപ, 42,000 രൂപ പ്രോഫിറ്റിലേക്ക് പോയേനെ, 42,000 ലോസിലേക്ക് പോയേനെ. ഇവിടെ ഒരു 42,000 ലോസ് സംഭവിച്ചേനെ. ബട്ട് അവിടെ നിൽക്കാതെ താഴോട്ടാണ് പോരുന്നത്, നമുക്ക് ഉറപ്പുണ്ട് താഴോട്ട് പോരാൻ സാധ്യത ഉണ്ടെന്ന്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ 10% താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ 1,61,000 എന്നുള്ളത് 3,20,000 രൂപ ഇവിടെ പ്രോഫിറ്റ് കിട്ടിയേനെ. ഇവിടെ നമുക്ക് 2,10,000 രൂപ നഷ്ടമുണ്ട്. അപ്പൊ ടോട്ടൽ ആയിട്ട് ഇവിടെ 1,00,000 രൂപയ്ക്ക് അധികം നമുക്ക് പ്രോഫിറ്റബിൾ ആയി മാറിയേനെ ആ ഒരു സിനാരിയോയിൽ. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മാർക്കറ്റ് സ്പീഡായിട്ട് മൂവ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് 1,00,000 രൂപയുടെ പ്രോഫിറ്റ് കിട്ടിയേനെ, ഒരു 10% മാർക്കറ്റ് താഴോട്ട് വന്നിരുന്നെങ്കിൽ. അതുപോലെ തന്നെ നമുക്കൊരു 20% താഴോട്ട് പോരുന്നെങ്കിൽ അവിടെ നമുക്ക് 3,46,000 എന്നുള്ള പ്രോഫിറ്റ് ഡബിൾ ആകും. അവിടെ നമുക്ക് ഏകദേശം 7,00,000 രൂപ പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ഇവിടെ 4,00,000 രൂപ നേരത്തെ മൈനസ് ഉണ്ടാകും. അപ്പം നമുക്ക് ഏകദേശം ഇവിടെ ഒരു 3,00,000 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയേനെ. അപ്പൊ ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഇവിടെ നമുക്ക് 21,000 എന്നുള്ള 40,000 രൂപയുടെ നഷ്ടം വരും. ഇവിടെ നമുക്ക് 2,00,000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാവും. നമുക്ക് ഏകദേശം 1.6 ലാക്ക് പ്രോഫിറ്റ് കിട്ടിയേനെ. അപ്പൊ മുകളിലേക്ക് പോകുമ്പോൾ എന്താണ്, ഇവിടെയും നമുക്ക് 40,000 രൂപ അടുത്ത് നഷ്ടം വരും. ഇവിടെ 4,20,000 രൂപയുടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഏകദേശം ഒരു +37. അപ്പൊ ഞാൻ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ 3,70,000 അടുത്ത് 3,70,000 അടുത്ത് പ്രോഫിറ്റ് നമുക്ക് അവിടെയും മുകളിലേക്ക് പോയി കഴിഞ്ഞാലും കിട്ടിയാണ്. ഇതിൻ്റെ അത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമുക്ക് നല്ല രീതിയിൽ ഉറപ്പുണ്ട് മാർക്കറ്റ് താഴോട്ട് പോരും എന്ന്, നല്ല രീതിയിൽ ഉറപ്പുണ്ട്. കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഇവന്റോ ക്രാഷോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് നിഫ്റ്റിയുടെ ഹെഡ്ജ് റേഷ്യോയിൽ നിഫ്റ്റിയുടെ കൂടുതൽ എമൗണ്ട്, സാധാരണ കിട്ടുന്ന ഹെഡ്ജ് റേഷ്യോയിൽ കുറച്ച് കൂടുതൽ നമുക്ക് പുട്ടെടുക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് താഴോട്ട് വലിയ പ്രോഫിറ്റുകളിലേക്ക് പോകും, അതുപോലെ തന്നെ മുകളിലേക്കും വലിയ പ്രോഫിറ്റിലേക്ക് പോകും. അതേ സമയത്ത് മാർക്കറ്റ് മൂവ് ചെയ്തില്ലെങ്കിൽ ഇവിടെ എത്രയാണ് പ്രീമിയം കൂടുതൽ കൊടുക്കേണ്ടി വരും. 40K നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് നഷ്ടമാകും. ആ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് ഒരിടത്തേക്ക് മൂവ് ചെയ്തില്ലെങ്കിൽ അവിടെ കൃത്യമായിട്ട് നഷ്ടം വന്നേനെ. ബേസിക് ആയിട്ട് നമ്മൾ ഹെഡ്ജിങ് എന്തിനാണ് ചെയ്യുന്നത്, നമ്മുടെ പോർട്ട്ഫോളിയോയുടെ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പൊ റെഡ്യൂസ്ഡ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ സ്റ്റോക്ക് താഴോട്ട് പോരുന്ന, ഇന്ത്യൻ മാർക്കറ്റ് താഴോട്ട് പോരുന്നതനുസരിച്ച് സ്റ്റോക്ക് താഴോട്ട് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നത്. ഇവിടെ പുട്ട് ഉപയോഗിച്ച് ചീപ്പായിട്ട് ഹെഡ്ജ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിവിടെ അൺലിമിറ്റഡ് ഏർണിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് ഈ താഴോട്ട് വരുന്ന റിസ്ക് നമുക്ക് ലിമിറ്റ് ചെയ്ത് നിർത്താനും പറ്റും ഒരു പരിധി വരെ. ഇവിടെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഹെഡ്ജ് റേഷ്യോ കണ്ടുപിടിക്കുക, ബീറ്റ വാല്യൂ ഉപയോഗിക്കുക, പോർട്ട്ഫോളിയോ ബീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ഹെഡ്ജ് റേഷ്യോ കണ്ടുപിടിക്കുക. അണ്ടർ ഹെഡ്ജ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അപ്രോക്സിമേറ്റ് ഒരു ചെറിയൊരു കറക്ഷൻ ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ അവിടെ നമുക്ക് ചെറിയൊരു ലോസിൽ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോനെ പിടിച്ചു നിർത്താൻ പറ്റും. മറിച്ച് ഓവർ ഹെഡ്ജ് ആണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും താഴോട്ടും പ്രോഫിറ്റബിൾ ആയി പോകും, മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പ്രോഫിറ്റ് ഉണ്ട്. ഇത്രയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഞാൻ വിചാരിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന്. അപ്പൊ ഹെഡ്ജിങ്ങിന്റെ സീരീസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീഡിയോ ചാനലിൽ പ്ലേലിസ്റ്റിൽ ലഭിക്കും. ഹെഡ്ജിങ് സീരീസ് എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചർ എങ്ങനെയാണ് ഉപയോഗിച്ച് ചെയ്യുന്നതെന്നും ഇപ്പൊ പുട്ട് എങ്ങനെയാണെന്നുള്ള വീഡിയോ ചെയ്തു. ഇനി നമ്മൾ കോൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഒരു ഹെഡ്ജിങ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ അതനുസരിച്ച് നമുക്ക് കൂടുതലായിട്ടുള്ള മോട്ടിവേഷനും കൂടുതലായിട്ടുള്ള പുതിയ വീഡിയോസും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെറോദയുടെ ഒക്കെ ഡിമാറ്റ് അക്കൗണ്ട് ഫ്രീ ആയിട്ട് ഓപ്പൺ ആക്കാനുള്ള അവസരമുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കുറെ സെൻസിബിൾ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം, പിന്നെ ട്രേഡിംഗ് ഫീസും കാര്യങ്ങളൊക്കെ പൊതുവെ കുറവാണ്. അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഹെഡ്ജിങ്ങിലൂടെ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഹെഡ്ജിങ്ങിലൂടെ ഒരു പാസീവായിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇത്രയും വലിയ ക്യാപിറ്റൽ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, വാട്സപ്പിന്റെ, അവിടെ വന്ന് ജോയിൻ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ വിചാരിക്കുന്നത് ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന്. കുറച്ച് കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് ഇന്ന രീതിയിൽ ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 2 സ്ട്രൈക്ക് പ്രൈസും ഇങ്ങനെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നെറ്റ് ആയിട്ട് പ്രോഫിറ്റ് വരും. അതിന്റെ സാധ്യതകളെ കുറിച്ചും അതിന്റെ മാറ്റങ്ങളെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ടോട്ടലായിട്ട് ഇവിടെ 20 ലക്ഷം നമുക്ക് പോർട്ട്ഫോളിയോ വാല്യൂ വേണമെന്നൊന്നുമില്ല. നമുക്കൊരു 10 ലക്ഷം പോർട്ട്ഫോളിയോ വാല്യൂ ആണ്. അവിടെ നമ്മുടെ ബീറ്റ കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്ക് ഒരു ലോട്ടിൽ ഇട്ടാണെങ്കിലും സെല് ചെയ്യാൻ നമുക്ക് നിഫ്റ്റി ഉപയോഗിച്ച് ഹെഡ്ജ് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻവെസ്റ്റേഴ്സിന് ഹെഡ്ജിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നതുവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.